ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. മാത്സിലെ നമ്മുടെ ആക്ടിവിറ്റി ബുക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാരും മാത്സിൻ്റെ 2ാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ് കാണുമല്ലോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മുടെ മാത്സിൻ്റെ 2ാമത്തെ യൂണിറ്റ് ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ പ്ലേലിസ്റ്റിലെ ലിങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേലിസ്റ്റിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാർക്ക് തീർച്ചയായും കാണുക. അതിനുശേഷം നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 2ാമത്തെ യൂണിറ്റ് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ടോപ്പേഴ്സ് വേൾഡ് ഇൻസ്റ്റ ഫോളോ ചെയ്യുക. കമൻസ് ചെയ്യുക. ഓക്കെ, 2ാമത്തെ യൂണിറ്റ് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തന പുസ്തകം, ആക്ടിവിറ്റി ബുക്കിലെ ഫസ്റ്റ് പേജ് കേട്ടോ. ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലെ അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യാം, എത്ര ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്താ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി നമ്മുടെ ഫസ്റ്റത്തെ വർക്ക്ഷീറ്റാണിത്. നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ വർക്ക്ഷീറ്റ് 8 നിന്നാണ് 2ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 തൊട്ട് 7 വരെയുള്ള വർക്ക്ഷീറ്റ് നമ്മുടെ 1ാമത്തെ യൂണിറ്റിലായിരുന്നു. ബാക്കി 8 നിന്നാണ് നമ്മൾ 2ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് 2ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി? എന്താ? ഫോളോ the arrows and write numbers in order. നമ്മൾ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, റെഡ് കളറിൽ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ആരോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആരോസ് മാർക്ക് ചെയ്ത് ഓർഡറിൽ എന്ത് ചെയ്യുക, നമ്പേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ അറിയണം? 20 തൊട്ടിട്ട് നമ്മൾ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, 1 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 20 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂണിറ്റ് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ 20 തൊട്ട് 50 വരെ നമുക്ക് നമ്പർ തെറ്റാതെ എഴുതാൻ അറിയണം. എന്നാലാണ് ഈ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 20 എഴുതിൻ്റെ അടുത്ത് ഏതാ, 21, 22, 23, അടുത്തത് 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, ലാസ്റ്റ് ഏതാ, 50 അല്ലേ. അപ്പോൾ 50 വരെയുള്ള നമ്പർ എഴുതാനും അതോടൊപ്പം തന്നെ നമ്പർ നെയിം എഴുതാനും കൂടെ പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഒരുപാട് യൂസ് ആകും. അടുത്ത ആക്ടിവിറ്റി, ഡ്രോ ഷേപ്സ് ടു ഷോ ഈച്ച് നമ്പർ, റൈറ്റ് മിസ്സിംഗ് നമ്പേഴ്സ് ഓൾസോ. ഒരു ചിത്രം നോക്കൂ. ഈ കാണുന്ന റോസ് കളർ റെക്ടാങ്കിൾ കാണുന്നില്ലേ, ഇതാണ് ഒരു 1 എന്നുള്ളത് 10ന്റെ ടെൻസ് ആണ്. അതായത് ഇത് 1 ഉണ്ടെങ്കിൽ അതിന് 10 എണ്ണം ഉള്ളതിന് ഈക്വൽ ആണ് കേട്ടോ, ടെൻസും. ഈ ഗ്രീൻ കളർ സർക്കിള് വൺസും ആണ്. ഓക്കെ, ടെൻസും വൺസും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, 53 ഏതാണ് നമ്പർ, 53 അല്ലേ, 53. അപ്പോൾ ഇവിടെ എത്ര വൺസ് ആണുള്ളത്? ഇതാണ് വൺസ് ആൻഡ് ഇതാണ് ടെൻസ്. എത്ര വൺസാ? 3 വൺസ്. അപ്പോൾ ഇവിടെ കാണുന്ന വൺസിന്റെ അടുത്ത് കാണുന്ന ഈ വരയിൽ 3 എഴുതണം, ടെൻസിന്റെ അടുത്ത് കാണുന്ന ഈ വരയിൽ എന്ത് എഴുതണം, 5 എഴുതണം. എന്നിട്ട് എത്ര വൺസ് ഉണ്ടോ അത്രയും സർക്കിൾ വരയ്ക്കുക, എത്ര ടെൻസ് ആണോ അത്രയും ടെൻസും വരയ്ക്കുക, ഇതുപോലെ. ഓക്കെ, ഇതേപോലെ അടുത്ത നമ്പർ എത്രയാണെന്ന് വായിക്കൂ. എത്രയാണ് നമ്പർ? 35 അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം എപ്പോഴും വൺസ് എഴുതുക. ഓക്കെ, ആദ്യം വൺസ്, അതിനുശേഷം എന്ത് ചെയ്യുക, ടെൻസ് എഴുതുക. അപ്പോൾ വൺസ് നോക്കൂ, എത്ര വൺസാ? 5 വൺസ്. അപ്പോൾ 5 സർക്കിൾ വരച്ചു, ഗ്രീൻ സർക്കിൾ വരയ്ക്കുന്നു. 3 ടെൻസ് അല്ലേ, ഇതാണ് ടെൻസ്, 3 ടെൻസ്. അപ്പോൾ 3 റെക്റ്റാങ്കിൾ വരച്ചു. അടുത്തത് എത്ര നമ്പർ? 22. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, വൺസ് വരച്ചു. എത്ര വൺസാ? 2 വൺസ്. അടുത്തത് ടെൻസ് വരച്ചു, 2 ടെൻസ്. അടുത്തത് 46. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, 6 വൺസ് വരച്ചു. അടുത്തത് 4 ടെൻസ് വരച്ചു, 46 വെച്ചാൽ എന്താ, 4 ടെൻസ് 6 വൺസ് എന്ന് വെച്ചാൽ എന്താ, 46. അടുത്തത് നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം, റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ, write the middle number, write the previous number. എന്താണ് നെക്സ്റ്റ് നമ്പർ, എന്താണ് മിഡിൽ നമ്പർ, എന്താണ് പ്രീവിയസ് നമ്പർ? നിങ്ങൾ കേട്ട് കാണും, ആഫ്റ്റർ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആഫ്റ്റർ, ബിഫോർ,
between. അതിനെ തന്നെയാണ് ഇവിടെ വേറെ വേർഡിങ്സിൽ കൊടുത്തിരിക്കുന്നത്, വേറെ വേർഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആഫ്റ്റർ. ഓക്കെ, അതായത് നെക്സ്റ്റ് നമ്പർ എഴുതൂ പറഞ്ഞാൽ 19 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ നെക്സ്റ്റ് ആഫ്റ്റർ വരുന്നത് ഏത് നമ്പറാ അതാണ് എഴുതേണ്ടത്. മിഡിൽ നമ്പർ പറഞ്ഞാൽ ബിറ്റ്വീൻ 39-ന്റെയും 41-ന്റെയും നടുക്ക് വരുന്ന നമ്പർ ഏതാണ്, ബിറ്റ്വീൻ വരുന്ന നമ്പർ. അടുത്തത് പ്രീവിയസ് നമ്പർ വെച്ചാൽ ബിഫോർ. ഇവിടെ നോക്കൂ 12 ആണല്ലേ, ഇവിടെ 12 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 13 വരും കേട്ടോ. സോറി 13 അല്ല 11 വരും, പ്രീവിയസ് നമ്പർ ആണല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ചേഞ്ച് ചെയ്യാം നമ്മളിവിടെ 13 ആണെന്ന് വിചാരിച്ചിട്ടാണ് 12 എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം, ഇവിടെ 12 ആണ് അല്ലേ. പ്രീവിയസ് നമ്പർ പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, അതെ ഇവിടെ എന്ത് വരും 11, 1 ആക്കുക അത് കേട്ടോ, 11 വരും. ഓക്കെ, അപ്പൊ പ്രീവിയസ് നമ്പർ പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് നമ്പർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, ആദ്യം നമുക്ക് നെക്സ്റ്റ് പ്രീവിയസ് നമ്പർ പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് നമുക്ക് എന്താണ് ബിഫോർ നമ്പർ, അതായത് 12-ന് തൊട്ട് മുന്നിൽ വരുന്ന നമ്പർ, 22-ന് തൊട്ട് മുന്നിൽ വരുന്ന നമ്പർ, അതാണ് പ്രീവിയസ് നമ്പർ അല്ലെങ്കിൽ ബിഫോർ നമ്പർ. അപ്പൊ ആദ്യം നമുക്ക് നെക്സ്റ്റ് നമ്പർ പറയാം. 19 ശേഷം വരുന്ന അടുത്ത നമ്പർ 20, 29, 30, 9, 10, 10, 11, 38, 39, 30, 31, 33, 34, 40, 41, 15, 16, 26, 27. അടുത്തത് റൈറ്റ് ദ മിഡിൽ നമ്പർ, അതായത് ബിറ്റ്വീൻ വരുന്ന നമ്പർ. 39-ന്റെയും 41-ന്റെയും ബിറ്റ്വീൻ 40, 19-ന്റെയും 21-ന്റെയും ബിറ്റ്വീൻ 20, 37-ന്റെയും 39-ന്റെയും ബിറ്റ്വീൻ ആരാ 38, 16-ന്റെയും 18-ന്റെയും ബിറ്റ്വീൻ ആരാണ് 17, 24-ന്റെയും 25-ന്റെയും ബിറ്റ്വീൻ 25, 48-ന്റെയും 50-ന്റെയും ബിറ്റ്വീൻ 49, 29-ന്റെയും 31-ന്റെയും ബിറ്റ്വീൻ 30, 10-ന്റെയും 12-ന്റെയും ബിറ്റ്വീൻ 11, 18-ന്റെയും 20-ന്റെയും ബിറ്റ്വീൻ 19, 22-ന്റെയും 24-ന്റെയും ബിറ്റ്വീൻ ആരാ 23. അടുത്തത് പ്രീവിയസ് നമ്പർ ഏതാ, 31-ന്റെ പ്രീവിയസ് ഏതാ 30, 12-ന്റെ പ്രീവിയസ് 11, 22-ന്റെ പ്രീവിയസ് 21, 48-ന്റെ പ്രീവിയസ് 47, 38-ന്റെ പ്രീവിയസ് 37, 15-ന്റെ പ്രീവിയസ് 49, 33-ന്റെ പ്രീവിയസ് 32, 30-ന്റെ പ്രീവിയസ് 29, 20-ന്റെ പ്രീവിയസ് 19, 15-ന്റെ പ്രീവിയസ് 14. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, നെക്സ്റ്റ് നമ്പർ എഴുതാനും മിഡിൽ നമ്പർ എഴുതാനും പ്രീവിയസ് നമ്പർ എഴുതാനും പഠിച്ചു അല്ലേ. അടുത്തത് ലെറ്റ്സ് സ്പിൻ ദ വീൽ. ഇവിടെ ഒരു സ്പിൻ നമ്മൾ എന്ത് ഒരു വീല് തന്നിട്ടുണ്ട് അല്ലേ, അതെന്ത് ചെയ്യണം, കറക്കാനാണ് പറയണത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി പറയുകയാണ് എന്താ പറഞ്ഞാൽ, ഐ വിൽ സ്പിൻ ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് സ്പിൻ ചെയ്യാൻ പറഞ്ഞു. പ്ലേ ദ ഗെയിം ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇതുപോലെ സ്പിന്നൊക്കെ ഇതുപോലുള്ള ഒരു വീലൊക്കെ ഉണ്ടാക്കി സ്പിൻ ചെയ്ത് കളിക്കാനാണ് പറയണത്. നമ്പേഴ്സ് ഈച്ച് കോട്ട്, അങ്ങനെ ഈ ഗെയിം കളിച്ചപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിയയ്ക്ക് 23, അർജുന് 49, ഷിഫയ്ക്ക് 23, മനഫിന് 45, നിയയ്ക്ക് 36, ജെൻസന് 12. ഇവിടെ ചോദ്യം എന്താ, ഹൂ ഗോട്ട് ദ ലാർജസ്റ്റ് നമ്പർ, ആർക്കാണ് ഏറ്റവും വലിയ നമ്പർ കിട്ടിയത്, ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാ പറയൂ, ഏത് നമ്പറാ. അപ്പൊ നമുക്ക് വലിയ നമ്പർ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ആണ്. 23 വരുമ്പോൾ 1, 2 2 ഡിജിറ്റ് നമ്പർ. ഇതിൽ ടെൻസ് നോക്കുക, ടെൻസിൽ ഏതാണ് വലുത്, ഇവിടെ 2 ആണ്. ഇവിടെ ടെൻസ് 4 ആണ്. ഇവിടെ 2, 4, 3 ഏതാ 1 അല്ലേ. അപ്പോൾ ഇതിൽ ഏത് നമ്പറാണ് വലുത്, ഏത് നമ്പറാ 4 ആണ് വലുത് അല്ലേ. ഇനി അപ്പോൾ 2 4 ഉണ്ട്, 49 ഉണ്ട്, 45 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വലുത് അറിയാൻ എന്ത് ചെയ്യുക, വൺസ് നമ്പർ നോക്കുക. ഇവിടെ വൺസ് 9 ആണ്, ഇവിടെ എന്താണ് 5 ആണ്. അപ്പോൾ ഇതിൽ ഏതാ വലുത് 9. അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും വലുത് 49. ഹു ഗോട്ട് ദ ലാർജസ്റ്റ് നമ്പർ എഴുതുക, നെയിം എഴുതുക. 49 അർജുൻ. ഹു ഗോട്ട് ദ സെയിം നമ്പർ, അതായത് ഒരേ നമ്പർ വരുന്നത് ആർക്കൊക്കെയാ, കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, 23 ആണ് ദിയയ്ക്കും ഷിഫയ്ക്കും. ഹു ഗോട്ട് ദ സ്മോളസ്റ്റ് നമ്പർ, ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ, ടെൻസ് ഏറ്റവും ചെറുത് ഏതാ 1 ആണ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ 12 ആർക്കാ, ജെൻസന്. ഓക്കെ, അടുത്തത് ഹൗ മെനി ബോക്സസ്, എത്ര ബോക്സ് ഉണ്ട് നോക്കുക. ഇവിടെ നമ്മളിത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കളർ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവിടെ ഈ രണ്ട് റോയ്ക്കും
ഒരു കളറാണ്, അതായത് ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു കളർ വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് അറിയും കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. ഈ 3 റോയ്ക്കും വൈറ്റ് കളറുമാണ്. ഓക്കെ, അതായത് കാണുമ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഈ 5 എണ്ണത്തിനും ഒരേ നിറം പോലെ തോന്നും, പക്ഷെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ 2 എണ്ണത്തിന് ഈ 2 റോ കംപ്ലീറ്റ് ആയിട്ട് ഒരു നിറവും ഈ 3 റോസ് കംപ്ലീറ്റ് ആയിട്ട് വേറെ നിറമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 2 റോസ് ഇതും എണ്ണി നോക്കുക കംപ്ലീറ്റ് ആയിട്ട്. ഇത് കംപ്ലീറ്റ് എണ്ണി നോക്കിയിട്ട് എത്ര ബോക്സ് ഉണ്ടെന്ന് ഇവിടെ എഴുതുക. എണ്ണി നോക്കുക എത്ര ഉണ്ട്, 20 ഉണ്ടാവും. അടുത്തത് വൈറ്റ് കളർ 30 ഉണ്ടാവും. ടോട്ടൽ ചെയ്യാൻ പറഞ്ഞാൽ 20 + 30. 20 + 30 എത്രയാ, 50. ഓക്കെ, അടുത്തത് ലെറ്റ്സ് കളർ ദ ബോക്സസ് അക്കോർഡിംഗ് ടു ദ നമ്പേഴ്സ് ഗിവൺ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, നിറം കൊടുക്കാനാണ് പറയുന്നത്. കളർ ചെയ്യുക ഇവിടെ കാണുന്ന ബോക്സിനകത്ത്. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് കളേർഡ് ബോക്സ്, അപ്പോൾ എത്ര ബോക്സ് മൊത്തം കളർ ചെയ്തു, 40. എണ്ണി നോക്കുക. ഹൗ മെനി ബോക്സസ് ആർ ലെഫ്റ്റ് അൺകളേർഡ്, അതായത് ഈ കളർ ചെയ്യാതെ ഇവിടെ വിട്ടിരിക്കുന്ന കോളം കണ്ടില്ലേ, എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്, 10. അടുത്തത് ലെറ്റ്സ് പ്ലേ. ഹിഡൻ നമ്പേഴ്സ് ആർ 11, 13, 22 and 32. അതായത് ഇവിടെ ഒളിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെ ഒളിച്ചിരിക്കുന്നത് നോക്കൂ. 1, 2, 3, 4 കണ്ടിന്യൂസ് അല്ല. അടുത്ത കോളത്തിൽ 12, അതായത് 12 തൊട്ട് മുന്നിൽ വരുന്ന നമ്പർ, അതായത് 12 പ്രീവിയസ് നമ്പറും 12 നെക്സ്റ്റ് വരുന്ന നമ്പർ. ഓക്കെ, അപ്പൊ എന്താണ് 12 തൊട്ട് മുന്നിൽ ഏതാ, 11 ഉണ്ട്. ഇവിടെ ആരാ, 13 ഉണ്ട്. അടുത്ത് ഇവിടെ ആരാ വിളിച്ചിരിക്കുന്നത്, 22 അല്ലേ. അതായത് 21-ന്റെയും 23-ന്റെയും ബിറ്റ്വീൻ മിഡിൽ ആരാ, 22. 31-ന്റെയും 33-ന്റെയും മിഡിൽ ആരാ, 32. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാനാ പറയുന്നത്. അതെ, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്പേഴ്സ് അറിയുന്നില്ലെങ്കിൽ ഇത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. ഇത് വെച്ച് ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കാനാണ് പറയണത്. ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കുക. മേക്ക് എ കാർഡ് ലൈക്ക് ദിസ് വിത്ത് എ ഹോൾ അറ്റ് ദ സെന്റർ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ നമ്പർ ഗ്രിഡ്. ഇതാണ് നമ്പർ ഗ്രിഡ്. ഇതുപോലെ ഒരു കാർഡ് വെക്കുക. ഈ നടുക്ക് കാണുന്ന ഈ കോളം എന്ത് ചെയ്യുക, സെന്റർ മാത്രമായിട്ട് ഹോൾ ഇടുക. അതായത് ഈ കോളം ഇതുപോലെ ഒരു ഹോൾ ഇടുക. എന്നിട്ട് ഈ ഗ്രിഡിൽ വെക്കുക. ഗ്രിഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, 1 നമ്പർ ക്യാൻ ബി സീൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് ഒരു നമ്പർ മാത്രം കാണാൻ പറ്റും അല്ലേ. ക്യാൻ യു ഫൈൻഡ് ദ ഹിഡൻ നമ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹിഡൻ ആയിട്ടുണ്ടാവും അല്ലേ, പറയൂ അല്ലേ. ഇതെല്ലാം ഹിഡൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഹിഡൻ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. അവിടെയുള്ള അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത, അതായത് ഈ നമ്പറിന്റെ തൊട്ട് മേലെ, അതായത് തൊട്ട് ബിഫോറും ആഫ്റ്ററും ഒക്കെ വരുന്ന നമ്പേഴ്സ് ഏതാണെന്ന് തെറ്റാതെ പറയാൻ പറയണം. ഒരു ഗെയിം പോലെ ഇത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ കളിച്ചു നോക്കാനാണ് പറയുന്നത്. ചെയ്തു നോക്കുക. അടുത്തത് കണക്ട് ഈച്ച് നമ്പർ ടു ദ നെക്സ്റ്റ് നമ്പറുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, 49 50 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് 39 നെക്സ്റ്റ് നമ്പർ ഏതാ, 40. 21 നെക്സ്റ്റ് നമ്പർ 22. 30 നെക്സ്റ്റ് നമ്പർ 31. 15 നെക്സ്റ്റ് നമ്പർ ഏതാ, 15 നെക്സ്റ്റ് നമ്പർ 16. 10 നെക്സ്റ്റ് നമ്പർ 11. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ബിലോ ദ ലാർജസ്റ്റ് നമ്പർ ഫസ്റ്റ്. എന്നിട്ട് നമ്മളിപ്പോൾ പെയറാക്കി, രണ്ട് നമ്പേഴ്സ് പെയറാക്കി അല്ലേ. അതെന്ത് ചെയ്യുക, ഇവിടെ ഗ്രൂപ്പായിട്ട് എഴുതുക. അതിൽ ഫസ്റ്റ് എഴുതേണ്ടത് ലാർജസ്റ്റ് നമ്പർ ആയിരിക്കണം. അതായത് ഇവിടെ നോക്കൂ, 15 പെയർ ഏതാ, 49. അപ്പോൾ ഇതിൽ ഏതാ, 49 ആണോ 50 ആണോ വലുത്, 50 ഫസ്റ്റ് എഴുതണം. അടുത്തത് 49 എഴുതണം. അടുത്ത ഗ്രൂപ്പ് 22, 21, 16, 15, 31, 30, 40, 39. അടുത്ത ഇവിടെ എഴുതിയിരിക്കുന്നത് 11, 10. Next, let's write. See how 35 is written in different way. 35 എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് വേയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. 35 അതിൻ്റെ നമ്പർ നെയിം എഴുതിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, 20 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സിന് നമ്പർ നെയിം പഠിച്ചു വെക്കാൻ പറയുന്നത്. എക്സാമിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള നമ്മൾ നമ്പർ നെയിം എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് തെറ്റുകൂടാതെ എഴുതാറിയണ്ടേ, അതിനാണ് നമ്പർ നെയിം പഠിച്ചു വെക്കാൻ പറയുന്നത്. ഇവിടെ 35 എഴുതിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിന് എന്ത് ചെയ്തു, 10ഉം 5ഉം ആക്കി മാറ്റി. അപ്പോൾ 35 ഇവിടെ നോക്കി, എത്ര ഫസ്റ്റ് ഉള്ളതാണ് ടെൻസ്, അടുത്തത് വൺസ്. അപ്പോൾ ഇതിൽ എത്ര 10 ഉണ്ട്, 3. അപ്പോൾ 10 + 10 + 10 പ്ലസ് എത്ര 1, 5. അടുത്തത് നമുക്ക് 35 എങ്ങനെ എഴുതാം, ബിറ്റ്വീൻ 34 and 36. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 13 ഈ 3 10ഉം കൂടെ പ്ലസ് ചെയ്തു. അപ്പോൾ 30 കിട്ടി. 30 + 5. ഇതേപോലെ 26 ഡിഫറെൻറ്റ് വേയിൽ എഴുതണം. എങ്ങനെയൊക്കെ എഴുതാം, 26 10 + 10 + 6
between 25 and 27, 20 plus 6, after 25, before 27. അടുത്തത് write 30 in different way. 30 ഇതേപോലെ നമുക്ക് ഡിഫറെന്റ് വേയിൽ എഴുതാൻ പറ്റും. 30, 10 plus 10 plus 10. ഇവിടെ വൺസ് ഉണ്ടോ? വൺസ് 0 ആണ് അല്ലേ? അപ്പോൾ വൺസ് ഒന്നുമില്ല. അടുത്തത് between 29 and 31, 20 plus 10, after 29, before 31. Next, write the number. ഇവിടെ നോക്കൂ, വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്പർ എഴുതാനാണ് പറയുന്നത്. 7 more than 10, 10നേക്കാളും 7 കൂടുതൽ എന്ന് വെച്ചാൽ 10ന് കൂടെ 7 പ്ലസ് ചെയ്യുക, 17. അടുത്തത് 5 less than 20, 5 less than 20 പറഞ്ഞാൽ 20ന്ന് 5 മൈനസ് ചെയ്യുക, എത്രയാ? 15. അടുത്തത് 10 more than 30 എന്ന് വെച്ചാൽ 30നേക്കാട്ടിലും 10 more, 30ന്റെ കൂടെ 10 കൂട്ടുക, 40. അടുത്തത് 1 more than 49, 49നേക്കാട്ടും 1 കൂടുതൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 49ന് കൂടെ 1 കൂട്ടുക, 50 ആഡ് ചെയ്യുക. അടുത്തത് 10 less than 20, 10 less than 20 പറഞ്ഞാൽ 20ന്ന് 10 മൈനസ് ചെയ്യുക, ലെസ് ചെയ്യുക, 10. 14 less than 44 എന്ന് വെച്ചാൽ 44ന്ന് 14 കുറയ്ക്കുക, മൈനസ് ചെയ്യുക, 30. റൈറ്റ് ഇൻ ഡിഫറെന്റ് വേ. ഇതുപോലെ 50നെ പല രൂപത്തിൽ എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഏതൊക്കെ എഴുതിയിട്ടുണ്ട്? 40 plus 10, 40യും 10ഉം പ്ലസ് ചെയ്ത 50 അല്ലേ? അടുത്തത് 5 tens, 5 പത്തുകൾ, എത്രയാ? 50, 50. അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? 50 ones, 35 plus 15, 5 more than 45, 60 minus 10, between 49 and 51, 20 plus 30. ഇതെല്ലാം എന്താണ്? 50ന്റെ പല രൂപങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ്. ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്